തൃശൂരിലെ തെരഞ്ഞെടുപ്പിലും വോട്ട് ക്രമക്കേടുണ്ടായെന്ന LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ ആരോപണത്തെ പിന്തുണച്ച് തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് വിഷയത്തിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. 10 ഫ്ളാറ്റുകളിൽ പരിശോധന നടത്തിയാണ് നിയോജക മണ്ഡലത്തിന് പുറത്തുള്ള ആളുകളെ ഉൾപ്പെടുത്തിയെന്ന പരാതി നൽകിയതെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. നടക്കുന്നതിന് തൊട്ട് മുമ്പ് വോട്ടർ പട്ടിക പരിശോധിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പരാതി ഞങ്ങൾ കളക്ടർക്ക് കൊടുത്തതാണ്. വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നിരിക്കുന്നു. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ എടുത്തൊരു നിലപാട്, വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കുക എന്ന് പറയുന്നത് നിർവാഹമല്ല, അതുകൊണ്ട് വോട്ട് ചെയ്യിക്കണം എന്നുള്ളൊരു നിലപാടിലേക്ക് അദ്ദേഹം എത്തി. ഒരു സ്വതന്ത്രമായ ഒരു അന്വേഷണം ഈ കാര്യത്തിൽ വേണം. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഈ പാർലമെൻറ്റ് സെഗ്മെൻറ്റിൽ 7 അസംബ്ലി സെഗ്മെൻ്റാണ് ഉള്ളത്. ആ 7 അസംബ്ലി സെഗ്മെൻറ്റിലെ ഈ വോട്ടർ പട്ടിക പരിശോധിച്ച് ഇതിനനുബന്ധമായ തെളിവുകൾ ഞങ്ങൾ വരും ദിവസങ്ങളിൽ ഞങ്ങൾ പുറത്തുവിടും. ഒഡീഷയിൽ വൈദികർക്കെതിരായ ആക്രമണത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മൗനം ആക്രമണത്തെ ന്യായീകരിക്കുന്നതെന്നും DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് കുറ്റപ്പെടുത്തി. പ്രതികരണത്തിൽ അക്രമങ്ങളെ ന്യായീകരിക്കുന്നുണ്ടോ, അതുകൊണ്ടാണ് അദ്ദേഹം മൗനം ദീക്ഷിക്കുന്നത്. ദുർഗിലെ കന്യാസ്ത്രീമാരുടെ പ്രശ്നം നടന്നു. ആലുവയിലാണ് അതിലൊരു കന്യാസ്ത്രീയുടെ അങ്കമാലി കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ്. അവിടെ ഈ എയർപോർട്ടിലൊക്കെ പോണ സമയത്ത് വേണമെങ്കിൽ കയറാമായിരുന്നല്ലോ. ഇന്നിപ്പോൾ ഈ അച്ഛൻ്റെ വീട്ടിലുണ്ടായി. ഇദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽപ്പെട്ടാണ്, ഒരു വാക്ക് ഉരിയാടിയിട്ടില്ല. അപ്പം അരമനകളിൽ പോയി കേക്ക് കൊടുക്കുന്നു. അത് ഈ വിശ്വാസികളോടുള്ള ആത്മാർത്ഥതയായി കാണുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ സമയങ്ങളിൽ അദ്ദേഹം രംഗത്ത് വരുന്നില്ല? അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ കപടമുഖാണ്. ആ കപടമുഖാണ് ഇവിടെ അഴിഞ്ഞു വരുന്നത്. സുരജ് സജി തൃശ്ശൂരിൽ വിവരങ്ങളുമായി ചെയ്യുന്നു. സുരജ്, രാഹുൽ ഗാന്ധി തുടങ്ങിവെച്ച വോട്ട് മോഷണ ആരോപണമാണ്. ഇന്നലെ തന്നെ CPI രംഗത്തെത്തിയിരുന്നു, VS സുനിൽകുമാർ അടക്കം രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ കോൺഗ്രസും രംഗത്തെത്തുന്നു. രണ്ടുപേരും കോമണായി സംശയമുറിയിൽ നിർത്തുന്ന അല്ലെങ്കിൽ ആരോപണമുറിയിൽ നിർത്തുന്ന ഒരാൾ ജില്ലാ കളക്ടറാണ്. വിവരങ്ങൾ സുഹേൽ, തീർച്ചയായും. അതായത് രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന് തൊട്ടു പിന്നാലെയാണ് VS സുനിൽകുമാർ തൃശ്ശൂരിലും വോട്ട് ക്രമക്കേട് നടന്നു എന്ന ആരോപണവുമായി രംഗത്തെത്തുന്നത്. കോൺഗ്രസും ഇപ്പോൾ ഈ ആരോപണത്തെ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കോൺഗ്രസ് പറയുന്നത് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇത്തരത്തിൽ തങ്ങൾ ഒരു പരാതി നൽകിയിരുന്നു. വ്യാപകമായ രീതിയിൽ ഈ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മണ്ഡലത്തിന് പുറത്തുള്ള ആളുകളുടെ വോട്ടുകൾ ചേർത്തു എന്നുള്ളതാണ് കോൺഗ്രസും ചൂണ്ടിക്കാണിക്കുന്നത്. ആലത്തൂർ മണ്ഡലത്തിലെ വോട്ടർമാരുടെ അടക്കം വോട്ടുകൾ തൃശ്ശൂരിൽ ചേർത്തു എന്ന് കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് തന്നെ പരാതി നൽകിയതാണ്. പക്ഷേ ഈ പരാതിയിന്മേൽ ഒരു നടപടിയും ഉണ്ടായില്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ ഒരു സ്വതന്ത്ര അന്വേഷണം വേണം എന്നുള്ളതാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. അത് ജില്ലാ കളക്ടർ മുതൽ BLOമാരുടെ പ്രവർത്തനങ്ങൾ വരെ വിലയിരുത്തുന്ന തരത്തിൽ, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ എത്തരത്തിലായിരുന്നു എന്നുള്ളത് അന്വേഷിക്കുന്ന തരത്തിലുള്ള ഒരു സ്വതന്ത്ര അന്വേഷണം വേണം എന്നുള്ളതാണ് കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ സമാന്തരമായി തന്നെ കോൺഗ്രസും ഈ വോട്ട് ക്രമക്കേടിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് കൂടി DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറയുന്നുണ്ട്. 7 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലും എല്ലാ ബൂത്തുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് എത്രമാത്രം വോട്ടുകൾ ഇത്തരത്തിൽ ചേർത്തു എന്നത് സംബന്ധിച്ച് സ്വന്തമായ ഒരു അന്വേഷണം നടത്താനുള്ള നീക്കത്തിൽ കൂടിയാണ് കോൺഗ്രസ്. അങ്ങനെ ഈ സുനിൽകുമാർ ഉയർത്തിയ ആരോപണത്തിൽ കോൺഗ്രസും ഈ നിലപാട് കടുപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ, ഈ ക്രൈസ്തവ സഭാ നേതാക്കൾക്കെതിരെ അടക്കം നടക്കുന്ന തുടർച്ചയായി ഉണ്ടാകുന്ന അക്രമങ്ങളിൽ രൂക്ഷ വിമർശനമാണ് ജോസഫ് ടാജറ്റ് നടത്തിയത്. ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ 2 വൈദികരെ ആക്രമിച്ച അടക്കമുള്ള സംഭവങ്ങളിൽ സുരേഷ് ഗോപി പ്രതികരിച്ചില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു രൂക്ഷമായ വിമർശനത്തിലേക്കടക്കം DCC പ്രസിഡന്റ് പോയത്. സുഹേൽ, അന്ന് ഈ കോൺഗ്രസ് പരാതിപ്പെട്ടപ്പോൾ ജില്ലാ കളക്ടറുടെ മറുപടി അതെന്താണെന്നാണ് പറയുന്നത്? സാങ്കേതികത്വത്തിൽ ഊന്നിയാണോ അന്ന് ഇതിനൊരു മറുപടി നൽകിയത്, അല്ലെങ്കിൽ അന്ന് ഇതിന്റെ വിശദീകരണം നൽകിയത് വോട്ട് ചേർക്കലുമായി ബന്ധപ്പെട്ട്? സുഹൈൽ, അന്ന് കോൺഗ്രസ് ഈ പരാതി നൽകുന്ന സമയത്ത് ജില്ലാ കളക്ടർ പറഞ്ഞിരുന്നത് വോട്ടർ പട്ടികയിൽ പേരുള്ളവർ വോട്ട് ചെയ്യണം, അതിന് വോട്ട് ചെയ്യാൻ അനുവദിക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു അന്ന് ജില്ലാ കളക്ടർ ചൂണ്ടിക്കാണിച്ചതെന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ടാണ് ജില്ലാ കളക്ടർ മുതൽ BLOമാർ വരെ ഉള്ളവരെ കുറിച്ച് അന്വേഷണം വേണം എന്നൊരാവശ്യം കോൺഗ്രസ് ഉന്നയിക്കുന്നത്. സ്വാഭാവികമായും ഒരു പുതിയ വോട്ട് ചേർക്കുന്ന സമയത്ത് ആ വോട്ടിന്റേതായ ഒരു സ്ഥിരീകരണം നൽകുന്ന അടക്കം BLOമാരാണ്. അതുകൊണ്ട് തന്നെ ഇവർ ആ പ്രദേശത്ത് താമസിക്കുന്ന ആളാണെന്ന് സ്ഥിരീകരിക്കുന്ന ആൾ BLO ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ BLOമാർ അറിയാതെ ഒരു തരത്തിലും ഇത്തരത്തിൽ ഈ വോട്ടിൽ ക്രമക്കേട് നടത്താൻ കഴിയില്ല എന്നുള്ളതാണ് കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ജില്ലാ കളക്ടർ തുടങ്ങി BLOമാർ വരെയുള്ളവരെ കുറിച്ച് കൃത്യമായ ഒരു സ്വതന്ത്ര അന്വേഷണം വേണം എന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിടും. അതായത് ഈ വോട്ട് ക്രമക്കേട് സംബന്ധിച്ചുള്ള തെളിവുകൾ കോൺഗ്രസിന്റെ കയ്യിലുണ്ട്. അത് വരും ദിവസങ്ങളിൽ പുറത്തുവിടും എന്നുകൂടി DCC പ്രസിഡന്റ് അറിയിക്കുന്നുണ്ട്. സുഹേൽ,
സൂരജ് സജിയാണ് തൃശൂരിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.